ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എല്ലാവരും നല്ല തിരക്കിലായിരിക്കും അല്ലേ? നോമ്പൊക്കെ വരികയല്ലേ, അപ്പോൾ അതിൻ്റേതായ തിരക്കുകളിലേക്കായിരിക്കും ഇപ്പോൾ എല്ലാവരും. ഈ അവസരത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ 2 അടിപൊളി ക്ലീനിങ് ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിലെ ഡൈനിങ് ടേബിൾ എങ്ങനെ ക്ലീൻ ആക്കാമെന്നുള്ളതാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റുഭാഗത്തുള്ള വസ്തുക്കളെല്ലാം നമ്മളൊന്ന് ക്ലീൻ ആക്കിയെടുക്കണം. ഇവിടെ ഇപ്പോൾ 2 ജനാലുണ്ട്, അതേപോലെ തന്നെ ഈ മാറാലയും ഫാനൊക്കെ ക്ലീൻ ആക്കണം. ജനാലിൻ്റെ പൊടി തട്ടലും തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് ഇറങ്ങിയാൽ മതി. ഡൈനിങ് ടേബിളൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം ജനാലയും മറ്റുള്ള വസ്തുക്കളൊക്കെ ക്ലീൻ ആക്കുമ്പോൾ ആ പൊടിയും അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നമ്മൾ ടേബിളിലേക്ക് വീഴില്ലേ, അപ്പോൾ പിന്നെ നമ്മൾ ക്ലീൻ ആക്കിയതിന് ഒരു കാര്യം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ആദ്യം തന്നെ നമുക്ക് ഈ ഡൈനിങ് ടേബിൾ ക്ലീൻ ആക്കാനുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് അത്യാവശ്യത്തിനുള്ള കുറച്ച് നോർമൽ വാട്ടർ എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. എന്നതിന് ശേഷം അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് വിനാഗിരി കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ സൊല്യൂഷനൊക്കെ ഒന്ന് റെഡിയായി. ഇനി നമുക്ക് ഈ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം. അതിനായിട്ട് ഇതേപോലത്തുള്ള ഒരു ബ്രഷ് വെച്ച് തട്ടി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പോവും. ടേബിളിൻ്റെ അടിഭാഗത്തൊക്കെ മാറാല കെട്ടിക്കിടക്കുന്നുണ്ടാവും. നമ്മൾ കൈ എത്താത്ത സ്ഥലമാണല്ലോ അതൊക്കെ. അവിടെയൊക്കെ നന്നായിട്ട് ഈ ബ്രഷ് കൊണ്ട് തന്നെ ബ്രഷ് വെച്ചിട്ട് തന്നെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഈ ബ്രഷ് വെച്ചിട്ട് നമ്മുടെ ജനാലയുടെ മാറാല തട്ടാനും അതിലെ പൊടി തട്ടാനും ഒക്കെ ഈ ബ്രഷ് നല്ലൊരു ഉപയോഗമാണ്. ഈ ബ്രഷ് നല്ലൊരു ഉപകാരമാണ്. മുമ്പ് ഞാൻ ജനാല തട്ടാനും അതേപോലെ തന്നെ ഇതേപോലെ ഈ ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ ചെയറിൻ്റെ അടിയിലൊക്കെ പൊടി തട്ടാനും മാറാല തട്ടാനും ഒക്കെ ഞാൻ തുണി വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ചൂല് വെച്ചിട്ടൊക്കെ ഞാൻ ചെയ്യൽ. ഇപ്പോൾ ഈ ബ്രഷ് കിട്ടിയതിന് ശേഷം നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആകെ 50 രൂപയുള്ളൂ ഈ ബ്രഷിന്. കുറച്ചായി ഞാൻ വാങ്ങിയിട്ട് എല്ലാ ഭാഗവും ഇതേപോലെ തട്ടിയെടുക്കാൻ പറ്റും. ടേബിളൊക്കെ തട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ചെയർ എടുത്തുക കേട്ടോ. 6 ചെയറുണ്ട് കേട്ടോ ഈ ടേബിളിന്. അതിൻ്റെ സൈഡ് ഭാഗത്തും അതിൻ്റെ അഴികൾക്കിടയിലൊക്കെ നന്നായിട്ട് പൊടി കയറിയിട്ടുണ്ട്. അതൊക്കെ നന്നായി വൃത്തിയാക്കിയിട്ട് ഈ ബ്രഷ് കൊണ്ട് തന്നെ ഈ ബ്രഷ് വെച്ച് തന്നെ ഞാൻ തട്ടിക്കൊടുക്കുന്നത്. ഈ ചെയറുകളൊക്കെ ചരിച്ചിട്ടിട്ട് അതിൻ്റെ അടിഭാഗത്തൊക്കെ ഇതേപോലെ ബ്രഷ് വെച്ചിട്ട് ഒന്ന് തട്ടിക്കൊടുക്കണം. അതിൻ്റെ അടിയിലൊക്കെ നന്നായിട്ട് മാറാല കെട്ടിക്കിടക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ എല്ലാ ചെയറുകളും ഞാൻ മാറാല തട്ടി എല്ലാ പൊടിയൊക്കെ തട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സൊല്യൂഷൻ എടുക്കാം. ഈ പാത്രത്തിൽ നിന്ന് ചെറിയൊരു പാത്രത്തിലേക്ക് എടുത്താൽ മതി കേട്ടോ. കുറേശ്ശെ എടുത്തിട്ട് ഇതേപോലെ തന്നെ ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കണം. ഈ സൈഡിലും അതിൻ്റെ അരികിലും ഇതിൻ്റെ പുറം ഭാഗത്തും എല്ലാ ഭാഗത്തും. എന്തുകൊണ്ട് ഈ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഇതാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം തുണി വെച്ചാകുമ്പോൾ നമ്മളെ കൈ അതിൽ കുടുങ്ങാനും എന്തെങ്കിലും അതിന് മുറിയോ അങ്ങനെ എന്തെങ്കിലും പറ്റാനൊക്കെ സാധ്യത കൂടുതലാണ്. ഇതേപോലെ ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ നല്ല എളുപ്പമുണ്ട് ഇതേപോലെ ചെയ്തെടുക്കാൻ. നമ്മൾ ഈ സൊല്യൂഷനിൽ വിനാഗിരി ചേർക്കുന്നതിനോണ്ടുണ്ടല്ലോ ചെറിയ ഈ കീടങ്ങളൊന്നും ഇതിനങ്ങനെ അത്ര പെട്ടെന്ന് വരില്ല കേട്ടോ. ഈ ക്ലീനിങ് സൊല്യൂഷനിൽ ഈ സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മുടെ വുഡിൻ്റെ ഫർണിച്ചറൊക്കെ നല്ല ഗ്ലേസിങ് ഉണ്ടാവും കേട്ടോ. ഇനി കൂടുതലായി പോകണ്ട കേട്ടോ. നമ്മൾ എന്തുകൊണ്ടും ഈ ഓയിൽ ഒഴിക്കുമ്പോൾ കൂടുതലായി പോകണ്ട. കാരണം എന്താ വെച്ചാൽ കൂടുതലായാലും പ്രാണികളൊക്കെ നന്നായിട്ട് വരാനുള്ള സാധ്യത കൂടും. ഒക്കെ ആവശ്യത്തിന് മാത്രമേ ചേർക്കാൻ പറ്റുള്ളൂ. ഈ ഓയിൽ കൂടുതൽ ഉപയോഗിച്ചാൽ ഉറുമ്പുകളും വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. പിന്നെ ഈ സൊല്യൂഷൻ വെച്ചിട്ട് ഈ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു 2-3 ആഴ്ച വരെ നമ്മുടെ ഫർണിച്ചറൊക്കെ നല്ല ഗ്ലേസിങ്ങോട് കൂടി തന്നെ ഇരിക്കും. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് പഴക്കമുള്ള ഫർണിച്ചറുകളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ കുറേശ്ശൊക്കെ നിറം മങ്ങിയിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അതും ഇങ്ങനെ തന്നെ ഇതേപോലെ ഈ ബ്രഷ് വെച്ച് ചെയ്ത് കൊടുത്താൽ കുറച്ചൊക്കെ ഒന്ന് ഗ്ലേസിങ്ങോട് കൂടി ഇരിക്കാൻ പറ്റും കേട്ടോ. ഇനി അതേപോലെ നമ്മൾ MDF പോലത്തുള്ള വുഡ് ഉപയോഗിക്കുന്ന ഡൈനിങ് ടേബിൾ ഉണ്ടല്ലോ, അതിലൊന്നും ഇതേപോലെ നമ്മൾ വെള്ളം അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കേണ്ട കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അത് പൊളിഞ്ഞു പോരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതെടുക്കുന്ന സമയത്ത് ഒരുപാട് മുക്കിയിട്ട് വെള്ളം പോലെ തേച്ച് കൊടുക്കണ്ട കേട്ടോ. ഇത് കുറേശ്ശെ ഈ പാത്രത്തിൽ നിന്ന് തന്നെ കുറേശ്ശെ ഇങ്ങനെ നമ്മൾ ബ്രഷ് ഈ മിശ്രിതത്തിൽ മുക്കിയതിന് ശേഷം പിന്നെ ഒന്ന് വടിച്ചെടുത്തതിന് ശേഷം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് നല്ലത്. അല്ലാതെ ചില മരങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒത്തിരി മോശമുള്ള മരങ്ങളൊക്കെ ഉണ്ടാവും ചിലത്. അതിൽ ഈ ഒരുപാട് നനവ് ഇതൊക്കെ തട്ടുമ്പോൾ ചിലപ്പോൾ അതിനെന്തെങ്കിലും ഒരു പ്രശ്നം വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള മരങ്ങൾക്കനുസരിച്ച് മാത്രം നമ്മളിത് ചെയ്താൽ മതി.
ഈ ബ്രഷ് വെച്ചിട്ട് ഈ സൊല്യൂഷൻ ഇങ്ങനെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. തുണിയാകുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇത്ര സ്മൂത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. പെട്ടെന്ന് തന്നെ തീരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടേബിളിൻ്റെ അടിയിലേക്കും ചെയറിൻ്റെ അടിയിലൊക്കെ ഒന്ന് ഇതാക്കി എടുക്കണമെങ്കിൽ ഈ ബ്രഷ് ആകുമ്പോൾ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി ടേബിളൊക്കെ നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഗ്ലാസ് ഞാൻ ഇതിൻ്റെ മേലെ നിന്ന് ഫസ്റ്റ് തന്നെ മാറ്റി സോഫൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ആ ഗ്ലാസ് ഒന്ന് നല്ല ക്ലീൻ ആക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൊല്യൂഷൻ കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വരെ ഞാൻ വിനാഗിരി ചേർത്ത് കൊടുത്തു. ഒരു പാത്രം എടുത്തിട്ട് അതിൽ ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് നമ്മൾ വിമ്മില്ലേ, നമ്മുടെ സാധാരണ പാത്രമൊക്കെ കഴുകണ അത് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് ഒരു ഇളം ചൂടുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അത് അടച്ചു വെച്ചു. ആദ്യം ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുടച്ചെടുക്കുന്നത് ഗ്ലാസിൻ്റെ അടിഭാഗമാണ് കേട്ടോ. അതാണല്ലോ ഇങ്ങനെ ചെയ്യാൻ പറ്റുക. മറ്റേ ഭാഗം നമുക്ക് ടേബിളിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം തുടച്ചെടുക്കാമല്ലോ. അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ ഈ ഒരു ഭാഗമാണ്, അടിയിൽ പോകുന്ന ഭാഗമാണ് നന്നായിട്ട് ഈ ലായനി വെച്ചിട്ട് തേച്ച് വൃത്തിയാക്കിയിട്ട് അത് ഒഴിച്ച് കൊടുത്ത് നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് എടുത്തിട്ടാട്ടോ തുടച്ച് കൊടുത്തത്. നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. ഒരു ഭാഗം ക്ലീനാക്കി തുടച്ചതിന് ശേഷം ഞാൻ മോനെയും കൂട്ടിയിട്ട് ആ ഗ്ലാസ് ടേബിളിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ നേരത്തെ ബ്രഷ് ചെയ്തിട്ടുണ്ടല്ലോ, അത് നന്നായിട്ട് ഉണങ്ങണം കേട്ടോ. ഫാനൊക്കെ നല്ല ഫുൾ സ്പീഡിലിട്ടിട്ട് അത് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല വെയിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങും. എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ അടിയിൽ വെള്ളം കെട്ടിക്കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടേ, വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ നന്നായി ഫാനിട്ട് ഉണക്കിയതിന് ശേഷമാണ് ഈ ഗ്ലാസ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തത്. ഇനിയിപ്പോൾ ഗ്ലാസിൻ്റെ മേൽഭാഗം ഒന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ വൃത്തിയാക്കി എടുക്കണം. അതിനായിട്ട് ഈ ഗ്ലാസിൻ്റെ മേൽഭാഗത്തേക്ക് നമ്മുടെ സ്പ്രേ ബോട്ടിലുള്ള സ്പ്രേ ചെയ്തതിന് ശേഷം പിന്നെ അതേപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. ഈ വിനാഗിരി ഉണ്ടല്ലോ, നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല, അടിപൊളി ക്ലീനിങ്ങിനൊക്കെ പറ്റിയ സാധനം തന്നെയാണ്. പിന്നെ അതേപോലെ ഇതേപോലത്തെ സൊല്യൂഷൻ വേണമെന്നില്ല കേട്ടോ. നമ്മൾ ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതേപോലെ നല്ലൊരു ക്ലോത്ത് വെച്ച് തുടച്ചെടുത്താൽ മതി. ഇതിനോട് ഫർണിച്ചർ ഉണ്ടാക്കിയതിന് ആ ആൾ പറഞ്ഞതാട്ടോ, അതേപോലെ ക്ലീൻ ചെയ്താൽ മതിയെന്ന്. പെട്ടെന്ന് തന്നെ ഇതിൽ എല്ലാ അഴുക്കുകളും പോകും, നല്ല ക്ലീൻ ആയിരിക്കും ചെയ്യുന്നു. പിന്നെ വിനാഗിരിയൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതിന് കൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ. സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ബാഡ് സ്മെല്ലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വിനാഗിരി വെച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും. അതേപോലെ ഈ ക്ലീനായും കിട്ടും. നിങ്ങൾ ഇതുവരെ ഈ 2 ക്ലീനിങ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഈ ഡൈനിങ് ടേബിളും ഗ്ലാസ്സും ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കണ്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും എന്തായാലും ഉപകാരപ്പെടും, അത് ഉറപ്പാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.